بسم الله العظيم القدرة والشان بسم الله ما شاء الله لا يسوق الخير إلا الله بسم الله ما شاء الله ما كان من نعمة فمن الله بسم الله ما شاء الله لا يصرف السوء إلا الله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له لا ند ولا مثل ولا مثيل له وأشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبد الله ورسوله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد مرادي يا مرادي يا مرادي مرادي يا رسول الله مرادي حبك خير عملا يبقى مدحك خير عملا يلقى نعم العمل ونعم جزاه رضاه الله هذا مما من الله علينا حزب الله جل حسبي ربي جل الله ما فيه قلبي غير الله മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടുള്ള മജ്ലിസായി അല്ലാഹു നമ്മളെ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട അവൻ ഇഷ്ടപ്പെട്ട റഹ്മത്തിന്റെ മാലാഖമാര് തിങ്ങി നിറയുന്ന മജ്ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമുഖങ്ങൾ നീട്ടുന്നില്ല. ഈ നാടിന്റെ നേതൃത്വങ്ങൾ, ഈ മദ്രസ കമ്മിറ്റിയുടെ, മീലാദ് കമ്മിറ്റിയുടെ ഒക്കെ ഭാരവാഹികൾ വേദിയിലും സദസ്സിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറു ബറക്കത്ത് അഭിവൃദ്ധി ഇസ്സത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിക്കാനും പഠിക്കാനും അവരെ അറിയാനും ഈ ഇത്തരം വേദികൾ ഏറെ കാരണമാവുകയാണ്.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം മാസം കടന്നു വരുമ്പോൾ മുഅ്മിനായ മനുഷ്യൻക്ക് വല്ലാത്ത സന്തോഷാണ്. ഈമാനുള്ളവരുടെ ഖൽബിൽ ഒരു ആനന്ദാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂജാതരായ മാസാണ് കടന്നു വന്നത്. ഇതിനേക്കാൾ വലിയ ഒരു റഹ്മത്ത് ഇനി ലോകത്ത് വരാനില്ല, വന്നിട്ടുമില്ല. അല്ലാഹുവിന്റെ ഹബീബാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സന്തോഷം. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. തങ്ങളെ ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ നമ്മൾ അയച്ചിട്ടില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു വാക്കാണ്. ആലമീൻ എന്നാണ് അവിടെ ഉപയോഗിച്ച പദം. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ആലം എന്ന് പറഞ്ഞാൽ എന്താണ്? മാ സിവൽ ബാരി തആല, അല്ലാഹു അല്ലാത്ത എല്ലാം ഉൾപ്പെട്ടതാണ് ആലം എന്ന് പറയുന്നത്. ആലമിന്റെ ഡെഫിനിഷൻ അങ്ങനെയാ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ആലം എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത മുഴുവനും, ആ മുഴുവനത്തിനും വേണ്ടി റഹ്മത്തായിട്ടാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ്. സ്വലാത്ത് ഉച്ചത്തിൽ വരണം എന്റെ പ്രിയപ്പെട്ട സദസ്സിൽ നിന്ന്. ഇന്ന് വെള്ളിയാഴ്ച രാവാ മുഅ്മിനേ, വെള്ളിയാഴ്ച രാവാണ്. മദ്ഹിന്റെ മജ്ലിസാണ്. പിഞ്ചു മക്കളെ അതരങ്ങളിൽ നിന്ന് മുത്തായ തങ്ങളെ പാടിയ മജ്ലിസാണ്. റഹ്മത്തിന്റെ മാലാഖമാര് തിങ്ങി നിറയുമെന്നുള്ളതിൽ സംശയമില്ല. ഈ രാവിലെ സ്വലാത്തിന് എന്തൊരു പുണ്യമാ! മദീനത്തേക്ക് എത്തിക്കാൻ, അഷ്റഫുൽ ഖൽഖിലേക്ക് നമ്മുടെ സ്വലാത്ത് എത്തിക്കാൻ പ്രത്യേകം മലക്ക് റെഡിയാ. അതുകൊണ്ട് എന്റെ പൂച്ചക്കാടിലെ തിങ്ങി നിറഞ്ഞ പ്രിയപ്പെട്ട പിഞ്ചുമക്കളോട്, സഹൃദയരോട്, മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് പറയട്ടെ, ഈ 1 മണിക്കൂർ വഅദിൽ എനിക്ക് പറയാനുള്ളത് സ്വലാത്തിന് ചാൻസ് തരാനേ കഴിയുകയുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറയുമ്പോ പിശുക്കില്ലാതെ വായിട്ട് ഒച്ചത്തിനായി തന്നെ സ്വലാത്ത് മുഴങ്ങട്ടെ. സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. സ്വലാത്ത് കൊണ്ട് ശബ്ദം ഉയർത്തൽ സുന്നത്താണ്. 2 കൂലിയാ മുഅ്മിനീങ്ങളെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് കിട്ടുന്നത്. ഏതായാലും സമയമായല്ലോ. ഇനി ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ക്ലോക്കിലേക്ക് നോക്കി, വാച്ചിലേക്ക് നോക്കി പോകാനായല്ലോ എന്ന ഒരു ചിന്തയിലായിരിക്കല്ലേ മുഅ്മിനേ. ഇത് റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തോപ്പിലെ തോപ്പിലാ ഞാനിരിക്കുന്നത്. ആർക്കാ സ്വർഗ്ഗത്തുനിന്ന് എണീറ്റു പോകാൻ പൂതിയുണ്ടാകല്? ഇല്ലല്ലോ, ഇല്ലല്ലോ. ചെന്ന് കയറിയാലും മടങ്ങി വരാൻ താല്പര്യമില്ലാത്ത സ്ഥലമല്ലേ സ്വർഗ്ഗലോകമെന്നുള്ളത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കാണ്. ഇൽമിന്റെ മജ്ലിസ്, മദ്ഹിന്റെ മജ്ലിസ്, മുത്തുനബിയുമായി ബന്ധപ്പെട്ട മജ്ലിസ്, അത് സ്വർഗമല്ലെങ്കിൽ പിന്നെ ഏതാ സ്വർഗമുള്ളത്? ഈ ദുനിയാവിലെ 2 സ്ഥലമേ സ്വർഗമുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കിലൂടെ പരിചയപ്പെട്ടില്ലേ നമ്മള്? ഒന്ന് ഏതാണ്? ഒന്ന് അല്ലാഹുവിന്റെ ഹബീബ് തന്നെ വീട്ടിന്റെ പടിക്കൽ നിന്ന് ഇറങ്ങിയിട്ട് മിഹ്റാബിലേക്ക് നടന്നു പോയ ആ സ്ഥലമുണ്ടല്ലോ, അവിടുത്തെ തിരുവാദം പതിഞ്ഞ മണ്ണേതാ? അല്ലാഹുവിന്റെ ഹബീബ് ജമാഅത്തിനായി മിഹ്റാബിലേക്കായി ഖുതുബ ഓതാനായി തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന സ്ഥലം മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാൽപാദം പതിഞ്ഞ ഭൂമിയിലെ മണ്ണ്, ഏറെ കാര്യങ്ങൾക്ക് സാക്ഷിയായ മണ്ണ്, സ്വഹാബത്തിന് ഇരുത്തി ക്ലാസ് എടുത്ത ഭൂമി, അവരാണി നിരന്ന പള്ളി, ആ പള്ളിയിലെ മണ്ണല്ലേ ഉമ്മ സ്വർഗലോകോ? ദുന്യാവിലെ സ്വർഗമതല്ലേ? ആ റൗളയിൽ കയറാനല്ലേ നമ്മൾ വെമ്പൽ കൊള്ളുന്നത്? മദീനത്ത് ചെന്നാൽ അവിടെ 1 മിനിറ്റ് കിട്ടാൻ എത്രയാ നമ്മൾ വരി നിന്നത്? വെയിൽ കൊണ്ടത് ക്ഷീണം തോന്നിയില്ല, മടുപ്പ് വന്നില്ല. കാരണം ഞാൻ
റംസാനെ കയറാൻ വരി നിൽക്കുന്നത് റൗളയിലേക്കാണ്. അള്ളാന്റെ ഹബീബ് നടന്ന വഴിയിലേക്കാണ്. അവിടുന്ന് കിടന്ന മണ്ണാണ്, അവിടുത്തെ പാദം പതിഞ്ഞ മണ്ണാണ്, അവിടുത്തെ കണ്ണുനീരുറ്റിയ സ്ഥലയാണ്. ആ സ്ഥലത്തേക്കല്ലേ എനിക്ക് കടക്കാൻ വഴിയൊരുക്കിയത്. അതിനല്ലേ ഞാൻ വരി നിൽക്കുന്നത്. എത്ര സന്തോഷത്തിലാ ഹാജിമാര് വരി നിൽക്കുന്നത് മുഅ്മിനീങ്ങളെ. അള്ളാഹു നമ്മൾ അവിടെ എത്തിക്കട്ടെ. അള്ളാഹു പലതവണ അവിടെ ചെന്ന് നെറ്റിത്തടം വെക്കാൻ, ഹബീബായ തങ്ങളെ ചാരത്തിരുന്നൊന്ന് സലാം പറയാൻ തൗഫീഖ് നൽകട്ടെ. എവിടെയാ ഇങ്ങനെയുള്ളത്? വർഷത്തിൽ ഒരിക്കലേ കയറാൻ കഴിയുന്നുള്ളത്രേ. അത്രമേൽ ഇഷ്ടങ്ങളാ അവിടത്തേക്ക് പാഞ്ഞെടുക്കുന്നത്, അത്ര മുഹബ്ബീങ്ങളാ അവിടെ വഴിയായി എത്തുന്നത്. നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടാ വരി നിൽക്കേണ്ടത്. ഇങ്ങനെ ഒരു നേതാവിന്റെ ഖബർ ഷരീഫിന്റെ ചാരത്ത് അവിടെ ഒന്ന് ചെന്നിട്ട് സുജൂദ് ചെയ്യാൻ, ആ ഹബീബിനോട് അടക്കം പറയാൻ, ആ ഹബീബ് നടന്ന വഴിയിലൊന്ന് കിടക്കാൻ, അവിടെ ഒന്ന് നെറ്റിത്തടം വെക്കാൻ വേറെ ഏത് സ്ഥലമാ ഭൂമിയിലുള്ളത്? അതാ പെങ്ങളെ സ്വർഗോ, അതാ ഒന്നാമത്തെ സ്വർഗം. രണ്ടാമത്തെ സ്വർഗമാണ് മുത്തുനബി പഠിപ്പിച്ചത്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ മജ്ലിസ് അത് അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തിന് തുല്യമായ സ്ഥലമാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ പറയുന്നതിനേക്കാൾ വലിയ ഇൽമേതാണ്? മുത്തുനബിയെ പറയുന്നതിനേക്കാൾ വലിയ ഇൽമേതാണ്? അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണേ, നല്ല നീയത്തോടെ ഇരിക്കണേ. വിഷമങ്ങൾ തീരാനുള്ള മജ്ലിസാണ്, പൊറുക്കാനുള്ള മജ്ലിസാണ്, ദറജ വർദ്ധിക്കാനുള്ള മജ്ലിസാണ്, അള്ളാഹിന്റെ അടുക്കൽ ഖബൂലിയത്ത് കിട്ടുന്ന മജ്ലിസാ. അല്ലാഹുവേ അത്തരത്തിലുള്ളതാക്കി തീർക്കണേ അല്ലാഹ്. തങ്ങളെ അയച്ചത് ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടാണ്. ജനങ്ങൾക്ക് റഹ്മത്താണ് എന്ന് മാത്രല്ല, ജനങ്ങൾക്ക് വേണ്ടി മാത്രാണ് എന്നല്ല, ദുനിയാവിലുള്ള കുറച്ച് കാലഘട്ടത്തേക്ക് മാത്രാണ് നബിയെ തങ്ങൾ അയക്കുന്നത് എന്നുമല്ല. മുൻകാല നബിമാര് വന്നത്, മുൻകാലത്ത് നബിമാര് വന്നത് ഓരോ സമുദായത്തിലേക്കാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ഒരു 12 കുടുംബങ്ങളുടെ ഡ്യൂട്ടിയാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്, ഇങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഓരോ നബിമാരെടുത്ത് പരിശോധിച്ചാലും അവർക്ക് ഓരോ ഖൗമിനെ, ഒരു നാടിനെ, അല്പം പ്രദേശങ്ങളെ മാത്രമായിരുന്നു അവരെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്. ഒരേ സമയത്ത് തന്നെ 2 നബിമാര് ഇവിടെ പ്രബോധനം ചെയ്ത സമയം ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? ബാപ്പയും മോനും നബിയായ എത്ര നബിമാരുണ്ട്? ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. മഹാനായ യാക്കൂബ് നബി ഉണ്ടായിരിക്കെ തന്നെ മകൻ യൂസുഫ് നബി നബിയാണ്. ഇബ്രാഹിം നബി ഉണ്ടായിരിക്കെ ഇസ്മായിൽ നബി നബിയാണ്. ഇങ്ങനെ ഒരേ സമയത്ത് നബിമാരായവരുണ്ട്. എന്നാൽ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആ ഹബീബ് പണ്ടേ നബിയാ. ഈ നബിമാര് മുഴുവനും നബിയായത് ആ ഹബീബിനെ കൊണ്ടാ. കുന്തു നബിയാ വ ആദമു മിൻ തുറാബ്. ഞാൻ ആദം മണ്ണായിരിക്കുമ്പോ തന്നെ നബിയാണെന്ന് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലാ ത്വാഹ. വരട്ടെ ഊച്ചക്കാടര സ്ട്രോങ്. അലാ യാസീൻ ഹബീബില്ലാഹ്, അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ്, അഗദി ദയാലു ഹബീബുല്ലാഹ്, അമന്നാ ബിറസൂലില്ലാഹ്, ചൊല്ലു അസ്സലാത്തു അലൻ നബി.
والحبيب العربي ബദറിലുമേകിയ ശോഭ നബി ബീവി ആമിന തന്റെ സ്വബി വലതുൽ അമീനായി വന്ന നബി അമന്നാ ബിറസൂലില്ലാഹ് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ والحبيب العربي അപ്പോൾ മുത്തായ ഹബീബായ ലോകൈക നേതാവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത് ഈ ഒരു ഉമ്മത്തിലേക്ക് മാത്രമല്ല, പണ്ടേ നബിയായി വന്നു. എല്ലാ നബിമാരോടും നേരത്തെ കരാറ് വാങ്ങി ഒരു ആഖിറ നബിയായി മുഹമ്മദ് മുസ്തഫ വരാനുണ്ട്. അംഗീകരിക്കോ? ഓ അഖറർന, ഞങ്ങൾ അംഗീകരിച്ചു, എന്നാ തരാ പട്ടം. അല്ലെങ്കിൽ ഇല്ല. നിങ്ങൾക്ക് നേരത്തെ നബിമാരോട് മുഴുവനും മീസാഖ് വാങ്ങിയിട്ട് ഉടമ്പടി ചെയ്തിട്ട് അവരിൽ നിന്ന് കരാറ് ഒപ്പുവെച്ചിട്ടല്ലാതെ ഒരു നബിയെയും നബിയായി അയച്ചിട്ടില്ല. ഓ എന്റെ പെങ്ങളെ, നമുക്ക് കിട്ടിയ മുഴുവൻ സന്തോഷങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും അത് റഹ്മത്തുൽ ലിൽ ആലമീനെ കൊണ്ടാ. ഇവിടെ സ്വർഗം പടക്കപ്പെട്ടത്, ഇവിടെ നമുക്ക് ജനിക്കാൻ കഴിഞ്ഞത്, നമുക്ക് ഉമ്മയെ കിട്ടിയത്, ഭാര്യയെ കിട്ടിയത്, നമ്മൾ മുഅ്മിനായത്. നിങ്ങൾ ഏത് നിഅമത്തെടുത്തോ എല്ലാം ബിനബിയിനാ മുഹമ്മദീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാ കിട്ടിയത് മുഅ്മിനെ. നിസ്കാരം കിട്ടിയത് അല്ലാഹുവിന്റെ റസൂലിനാണ്. മുത്തുനബിയാ നമുക്ക് തന്നത്. അല്ലാഹുവിന്റെ ഹബീബിനാ ഖുർആൻ ഇറക്കിയത്. ഖുർആൻ പിന്നെ നമുക്ക് തന്നതാ വിജയിച്ചോ എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. എങ്ങനത്തെ റബ്ബാ? അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, അവന്റെ അടിമയുടെ മേലിൽ കിതാബ് ഇറക്കിയതായ റബ്ബ്. അല്ലാഹുവിന്റെ അടിമക്ക് ഇറക്കി കൊടുത്തു എന്നാണ് അല്ലാഹ് പറഞ്ഞത്. കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅകും. വേറെ ആയത്തില് നിങ്ങൾക്ക് ഖുർആനിൽ സംശയമുണ്ടെങ്കിൽ എങ്ങനത്തെ ഖുർആനാണ്? മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മളെ അടിമക്ക് ഇറക്കി കൊടുത്ത ഖുർആന്, നമ്മളെ അടിമക്ക് ഇറക്കി കൊടുത്ത കിതാബില് വല്ലവൻക്കും ശക്കുണ്ടെങ്കിൽ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹാ, കൊണ്ടുവാ മോനെ തുല്യമായത്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ. വെല്ലുവിളിയാ ഖുർആനിൻ്റെത്. അള്ളാന്റെ ഹബീബിന് ഇറക്കി കൊടുത്ത പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു ആ ഹബീബിനെ ഉപയോഗിച്ചത് അവിടെ അബ്ദ് എന്ന പദമാണ്. അബ്ദ് എന്ന പദമാണ്. അടിമ എന്നല്ലേ അബ്ദിന്റെ അർത്ഥമുള്ളത്. അടിമയാകാൻ ക്വാളിറ്റിയുള്ള ഒരേ ഒരു സൃഷ്ടി ഹബീബ് റസൂലുള്ളാഹ്. രാത്രി നീളുവോളം നിന്ന് നിസ്കരിച്ച് കാല് തഴമ്പ് വന്നിട്ട് നീര് കെട്ടിത്തൊടിച്ചപ്പോ മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ നബിയേ, അല്ലയോ നബിയേ, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഹബീബേ? എത്രയാ നിസ്കരിക്കുന്നത് നബിയേ? കാല് കണ്ടില്ലേ തങ്ങളെ? ഇമാം ബൂസീരി തങ്ങൾ വിവരിച്ചില്ലേ ഈ സംഭവം? വലം തു സുന്നതമൻ അഹിയല്ലാഹു ഇലാ അനിഷ്തകത് ഖദമാ
കുല്ലുറമിൻ വറമി ചൊല്ലു മൗലായ സ്വല്ലി വസല്ലിം الخلق كلهم أحيا الظلام ഇരുട്ടിനെ ഹയാത്താക്കാണ് നബി, രാവിനെ പകലാക്കാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് കാല് തടിച്ചത്. ഒരൊറ്റ റക്അത്ത് കൈകെട്ടിയിട്ട് ബഖറ ഓതാണ് ഫാത്തിഹയ്ക്ക് ശേഷം, പിന്നെ ആലി ഇംറാൻ, പിന്നെ സൂറത്തുൻ നിസാ, സുബ്ഹാനല്ലാഹ്, പിന്നെ റുകൂഇൽ പോയി. നൃത്തത്തിന് എത്ര സമയാ ചെലവഴിച്ചത്? അതേ സമയം റുകൂഇല് സുജൂദില്. ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചാൽ നേരം വെളുക്കൂലേ? നമുക്ക് ഈ ഒരു റക്അത്തിൽ കൂടെ നിൽക്കാൻ കഴിയില്ല. ഇങ്ങനെ നിസ്കരിച്ച് കാല് തീർത്തപ്പോഴാ ആയിഷമ്മ ചോദിച്ചത്. ആ ചോദ്യത്തിന് മറുപടി കൊടുത്ത മറുപടി എന്താണ്? അഫലാ അകൂനു അബ്ദൻ ശകുറാ. ഒരു നന്ദി വേണ്ടേ ആയിഷ? ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ? അവിടെ ഉപയോഗിച്ച പദവും അബ്ദൻ ശകൂറ എന്നാണ്. ഓ എന്റെ മുഅ്മിനേ, നമ്മൾ അടിമകളാ, അള്ളാന്റെ അടിമയാണെന്നുള്ള ബോധമുണ്ടോ എങ്കിൽ ഒരിക്കലും റബ്ബിനെ ധിക്കരിക്കൂല, അവൻക്ക് എതിര് പ്രവർത്തിക്കൂല. അള്ള തന്ന കണ്ണുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കാണൂല, റബ്ബിന് പൊരുത്തമില്ലാത്തത് കേൾക്കൂല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് നുണയൂല, അള്ളാന്റെ പൊരുത്തമില്ലാത്തതിലേക്ക് നടക്കൂല, അവന്റെ ഇഷ്ടമില്ലാത്തതിലേക്ക് പണം വാരി എറിയൂല. അള്ളാന്റെ അടിമയാ ഞാന്, എന്റെ യജമാനൻ തന്ന സമ്പത്തായി സമ്പത്ത്, എന്റെ റബ്ബ് തന്ന കാഴ്ച ശക്തിയാ എന്റെ കണ്ണിന്റെ കാഴ്ച, എനിക്ക് തന്ന ആരോഗ്യം എന്റെ റബ്ബ് തന്നതാ. എപ്പ വേണമെങ്കിലും യജമാനന് വലിച്ചൂരാൻ പറ്റുന്നതാണ്. ഈ ഒരു ഓർമ്മ കൽവിലുണ്ടോ, അവന് വഴികേടിലാകൂല. കഅബാലയത്തിന്റെ മുറ്റത്ത് സുജൂദ് ചെയ്യുമ്പോ ആ നിസ്കാരത്തെ തടയാൻ വരുന്ന കിങ്കരനായ ക്രൂരനായ അബൂജഹലിനെ കണ്ടില്ലേ? ആരാ നിസ്കരിക്കാൻ വന്നത്? ആരാ നിസ്കരിക്കാൻ വന്നത്? അബ്ദൻ ഇദാ സല്ലാ, എന്റെ അടിമയാണ് അവിടെ നിസ്കരിക്കാൻ വന്നത്. ആ സമയത്താ അവിടെ തടയാൻ വന്നത്. ഇവിടെയെല്ലാം ഉപയോഗിച്ചത് തന്റെ അടിമ എന്ന പദമാണ്. ഒരിക്കലും യാ മുഹമ്മദ് എന്ന് ഖുർആൻ വിളിച്ചില്ല. എത്ര നബിമാരെയാ മൂസ വിളിച്ചത്, യാ ഇബ്രാഹിം വിളിച്ചത്, വഇലാ സമൂദ അഖാഹും ഹൂദാ എന്ന് പറഞ്ഞത്. ഇങ്ങനെ നബിമാരെ പേര് എത്ര സ്ഥലത്താ പറഞ്ഞത്? ഒരു സ്ഥലത്ത് പോലും മുത്തുനബിന്റെ പേര് വിളിച്ചില്ലല്ലോ മുഅ്മിനേ. വാപ്പാന്റെ പേര് വിളിക്കോ മോനെ നിങ്ങള്? ഇല്ലല്ലോ. അത് സ്നേഹമല്ലേ, അതവല്ലേ? അള്ളാന്റെ ഹബീബിന്റെ പേര് വിളിച്ച ഒരു ഖിതാബ് അല്ലാഹ് ഖുർആനിലിട്ടില്ല. അതുകൊണ്ടാ മുഹമ്മദേ എന്ന് വിളിക്കാത്തത് പഴമക്കാര്. മോൻക്ക് മുഹമ്മദേ എന്ന് പേരിട്ടാലും ഒരാ മുഹമ്മദേ എന്ന് വിളിക്കൂല. ആ മുഹമ്മദേ എന്ന് വിളിക്കാന്നില്ല. അങ്ങനെ വിളി വരണ്ടാച്ചിട്ടാണ് അവര് മമ്മദാക്കിയത് എന്നാണ് ഞാൻ കേട്ടത്. എന്റെ തിരുത്തണ്ടേ പറഞ്ഞോളൂ. എടാ മമ്മദ് എന്ന് വെച്ചാൽ മുഹമ്മദ് ആവില്ലല്ലോ. ചില ആൾക്കാർ എന്താ പേര്? എന്റെ പേര് അബ്ദുൽ അസീസ്. അസീസ് എന്ന് പേര് അള്ളാഹ്ക്കുണ്ടോ? ഇല്ലല്ലോ. അബൂൽ അസീസ് എന്ന് മാത്രം പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കാരണം അസീസ് എന്ന പേര് ആർക്കില്ല? അള്ളാഹ്ക്കില്ല. എന്തേ ഉള്ളൂ? അസീസേ ഉള്ളൂ. അത് ഐനാണ്, പിന്നെ സായാണ്. ഇത് അസീസ് അല്ല. അങ്ങനെ ഒരു പേര് അള്ളാഹ്ക്കില്ല. അബ്ദുൽ അസീസ് ആണ്. അപ്പൊ മുഹമ്മദേ എന്ന് വിളിച്ചു. മുഹയ്യിദ്ദീൻ എന്ന് പേരിട്ട് എടാ മൊയ്തീന എന്ന് വിളിച്ചോളൂ. മൊയ്തീനും മുഹയ്യിദ്ദീനും പ്രൊണൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് മാറ്റിയത് എന്നാണ് ഞാൻ അറിഞ്ഞത്. പഴമക്കാര അതബാണ്. പള്ളിക്ക് എന്താ ചെരുണ്ടായത്?
പള്ളിന് ചെരുപള്ളി, ഇവിടെ ചെരുവെന്ന് അറിയില്ലേ, എന്തിനാ ചെരുപള്ളി? അത് വഖഫ് ചെയ്തിട്ടുണ്ടാവൂല. ഇപ്പത്തെ പള്ളിയല്ലേ ഒരു ഹാളായി വരുന്നത്. നമ്മളെ പള്ളികളൊക്കെ ഒറ്റ ഹാള്, 2 തൂണ്, അങ്ങനെയല്ലേ വരുന്നത്. പണ്ടത്തെ പള്ളിക്കൊക്കെ ഒരു ചെരുവ് പള്ളി ഉണ്ടാവും. എന്തിനാ? വന്ന് ഫോൺ വരാനില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് മുണ്ടി പറയണം. എന്താ അത്യാവശ്യം വന്നാല് പുറത്തേക്ക് കണ്ട് ഇറങ്ങാൻ. എന്നാ മുറ്റത്തേക്ക് ആവും ചെയ്യരുത്. ഈ അകത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വിഷയം പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറാനാണ്. അത്യാവശ്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഒന്ന് പള്ളി വഖഫായ സ്ഥലത്ത് നിന്ന് ഇറങ്ങണം അല്ലേ. ഇത് നമുക്ക് പുറത്തു പോകാൻ നേരമില്ല. മുസല്ലി തന്നെ നമ്മൾ എടുക്കുമല്ലോ. ഞാൻ നിസ്കരിച്ചിരിക്കാടോ ചങ്ങായി, പിന്നെ വിളിക്കുക. സുബൈക്ക് പള്ളി പോണ സമയത്ത് എന്റെ വിളി. സുബൈ പോയി, ഞാൻ പള്ളി സുബൈ പോയി എന്നായി. അത് കഴിഞ്ഞിട്ട് ഔറാദിലാണ് എന്നായി, എല്ലാം ആയി. അതൊക്കെ കൂടി ഇത് തീർക്കലും കൂടി ഉദ്ദേശമുണ്ട്. നമുക്ക് ആ ഒരു അദബ് നഷ്ടപ്പെട്ടു പോയല്ലോ. പഴയ ആളുകളുടെ ആ അദബ് എന്തോ ഒരു ബദബാണ്. അവരതിനൊക്കെ ബഹുമാനത്തോടു കൂടെ കണ്ടപ്പോഴാണ് അവർക്ക് വലിയ ബറക്കത്തും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടായത്. പോകട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് റഹ്മത്താണ്. നമുക്ക് ഖുർആൻ കൊണ്ട് വിജയിക്കാൻ കഴിയുന്നത്, ഈ മുഅ്മിനായി ജനിക്കാൻ കഴിഞ്ഞത്, എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നോ മുഅ്മിനെ നമുക്ക്, എല്ലാം ഹബീബിനെ കൊണ്ടാണ്. പിന്നെ ആ ഹബീബിന്റെ ജന്മം വരുമ്പോ എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കല്? ആ മുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ സന്തോഷിക്കാൻ എന്ത് വകയാ നമുക്കുള്ളത്? ഇല്ല. മൻ ഫറഹ ബിനാ من فرح بنا فرحنا به. ആരാ നമ്മളെ കൊണ്ട് സന്തോഷിക്കുന്നത്, അവരെ കൊണ്ട് നമ്മൾ സന്തോഷിക്കും, അവനെ സന്തോഷിപ്പിക്കും. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് സന്തോഷിച്ചോ, അവിടുത്തെ ജന്മം കൊണ്ട് ആനന്ദിച്ചോ. ഒരാളും പരാജയപ്പെടൂല. അങ്ങനെ ഒരാളും പരാജയപ്പെട്ട ചരിത്രമില്ല. അങ്ങനത്തെ ഒരു ആഖിബത്ത് കണ്ടത് അല്ലാഹ് സന്തോഷത്തിലാ. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ പറഞ്ഞതുപോലെ വഅയ്യു നിഅമത്തിൻ അഅളമു മിനൻ നിഅമതി ബിബറൂസി ഹാദൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലികൽ യൗം. ഈ ദിവസത്തിൽ മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനം കൊണ്ട് ലഭിച്ച നിഅമത്തിനേക്കാൾ വലിയ നിഅമത്ത് വേറെ ഏതാ? ഉലമാ അങ്ങനെയാ മനസ്സിലാക്കി തന്നത്, അവരങ്ങനെയാ പഠിപ്പിച്ചത്, മുൻഗാമികൾ മുഴുവനും അങ്ങനെയാ ശീലിച്ചത്. അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് സന്തോഷിച്ചോ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ, അത് നശിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുത്തയല്ലേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉപ്പന്റെ സഹോദരനല്ലേ. എന്തിനാ ഖുർആൻ ഇങ്ങനെ എടുത്തു പറഞ്ഞത്? എന്തിനാ ഇങ്ങനെ നാശത്തെ കുറിച്ച് പറഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ നേരെ വിരൽ ചൂണ്ടിയതിനാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ നേരെ വിരൽ ചൂണ്ടിയതിനാ. എത്ര ശത്രുക്കളാണുണ്ടായിരുന്നത്. പക്ഷേ മുത്തുനബിക്കൊരു മുത്തുനബി എന്ന പൊന്നുമോൻ അബ്ദുള്ള എന്ന അനുജൻക്ക് പിറന്നു എന്ന് കേട്ടപ്പോ അടിമയെ മോചിപ്പിച്ചവർക്ക് ഇളവ് കിട്ടിയില്ലേ? അവർക്ക് സ്വർഗം കൊടുത്തില്ലെങ്കിലും നരകശിക്ഷയിൽ തിങ്കളാഴ്ച ഇളവ് വന്നതെന്തിനാ? മുത്തുനബിയുടെ ജന്മത്തിൽ സന്തോഷിച്ചതിനാലാ. വിഷമിക്കല്ലേ ഉപ്പ, സന്തോഷിച്ചോ. ആരെന്ത് പറഞ്ഞാലും, ആരെന്ത് പോസ്റ്റർ ഒട്ടിച്ചാലും, ആര് ഏത് രൂപത്തിൽ നമ്മൾ ഇതിൽ നിന്ന് വഴിതിരിച്ചു വിട്ടാലും ഇല്ല ഇല്ല, തകരൂല, തളരൂല ഈ സത്യപ്രസ്ഥാനം. മുത്തുനബിയെ കൊണ്ടല്ലാതെ ഇവിടെ നമുക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഹബീബായ തങ്ങളെ വാഴ്ത്തി പറഞ്ഞോ. അതാ നിന്റെ നഫ്സിന് സന്തോഷോ, അതാ നിന്റെ റൂഹിന് സന്തോഷോ. മുഹമ്മദുൻ ദിക്റുഹു റൗഹുൽ ലിഅൻഫുസിനാ. മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി. മൗലായ സ്വല്ലി വസല്ലിം
وسلم دائما أبدا. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന നിഅമത്തിന് ശുക്ർ ചെയ്തോ. ഫർളുൻ അലൽ ഉമമി, ചങ്ങായി അത് ഫർളാണ്. ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാ വജബ ശുക്റു അലൈനാ മുത്തുനബി വരുമ്പോ പാടിയതാണ്, മുത്തുനബി വന്നപ്പോ പാടിയതാണ്. ഞങ്ങൾക്കിതാ പൂർണ്ണ ചന്ദ്രൻ വെളിവായി. പടച്ചോനെ, ഞങ്ങൾ കാത്തുക്കാണ്. എത്ര ദിവസമായി മദീനത്തേക്ക്, മദീനത്തുനിന്ന് ഉയരള്ള കുന്നും ഉയരള്ള ഈന്തപ്പനമരൊക്കെ കയറിയിട്ട് ഇങ്ങനെ നോക്കണ്. അയിന റസൂലുള്ളാഹ്, എവിടെ ഞങ്ങളെ ഹബീബ് വരുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, ഇതുവരെ എത്തിയിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങള് ഇങ്ങനെ നോക്കി നിൽക്കാണ്. സഫറിൽ പുറപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, റബീഉൽ അവ്വൽ 12 മദീനത്തെത്തിയല്ലോ മുത്തുനബി. മദീനക്കാല സന്തോഷത്തിന് അതിരില്ലാതെ പാടിയതാണ് അവര്. വജബ ശുക്റു അലൈനാ, ഞങ്ങള് നന്ദി ചെയ്യാൻ കടപ്പെട്ടവരാ. അൻസ്വാറുകൾക്ക് മനസ്സിലായി പോയി, മക്കത്ത് പിറന്ന ഹബീബ്, മക്കത്ത് വളർന്ന ഹബീബ് അവിടുന്ന് മദീനത്തേക്ക് പറിച്ചു നടപ്പെടുകയാണ്. മക്കയോട് സലാം പറഞ്ഞ് വിഷമത്തോടെയാ യാത്ര പറഞ്ഞതെങ്കിലോ മദീനയാണ് അല്ലാഹു കണക്കാക്കിയത്, മദീനയാണ് അവിടുന്ന് അല്ലാഹു നിശ്ചയിച്ചത്. ആ മദീനത്തെ മണ്ണിന് പവറും കൂടി ലഭിക്കണമെന്ന് അള്ളാന്റെ തീരുമാനമാണ്. മക്കൾക്ക് അള്ളാന്റെ ജന്മം, അള്ളാന്റെ ഹബീബിന്റെ ജന്മം കൊണ്ട് പവർ ലഭിച്ചിട്ടുണ്ട്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വ അൻത ഹില്ലും ബിഹാദൽ ബലദ്. നബിയേ, ഈ നാടിനെ കൊണ്ട് നമ്മൾ സത്യം ചെയ്യാണ്. എന്താ ഈ നാടിന്റെ പവർ? ഇവിടെ കഅബയുണ്ട് എന്നല്ല അല്ലാഹു പറഞ്ഞത്, ഇവിടെ ഹജറുൽ അസ്വദ് ഉണ്ട് എന്നല്ല, സംസം ഉണ്ട് എന്നല്ല, സഫാ മർവയുണ്ടെന്നല്ല. വ അൻത ഹില്ലും ബിഹാദൽ ബലദ്, തങ്ങളെ അല്ലാഹു കൊണ്ടുവന്നത് ഈ നാട്ടിലാണ് നബിയേ. മക്കക്കാ പവർ, മക്കക്ക് അങ്ങനെ പവർ ലഭിച്ചിട്ടുണ്ട്. വേറെ ഒരു മണ്ണിനും അത് അവകാശപ്പെടാനില്ല. ആമിന ഉമ്മയുടെ ഗർഭത്തിന് സാക്ഷിയായ മണ്ണ് മക്കത്തെ മണ്ണാ. ആ ഹബീബിനെ ഇനി മക്കൾക്ക് മാത്രം കിട്ടിയാ പോരാ, അള്ളാന്റെ തീരുമാനമാ. മദീനത്തേക്ക് എത്തണമെന്നുള്ള നേരത്തെയുള്ള തീരുമാനമാ. മദീനത്തെ മണ്ണിനെന്തൊരു പവറാ, ഹബീബിന്റെ ആഗമനത്തോടെ കൂടെ കിട്ടിയതാണ്. മാലിക് ഇമാമിനെ എന്താണ് ചെരുപ്പിട്ട് നടക്കുന്നതില്ലെന്ന് തടഞ്ഞത്? അത് മുത്തുനബിയുണ്ട് എന്നുള്ളതല്ലേ. ആ മദീനത്തെ മണ്ണിന്റെ പവർ എങ്ങനെ കിട്ടിയതാണ്? ബിഹുദൂരി റസൂലില്ലാഹ്, അള്ളാന്റെ ഹബീബിന്റെ ഹുദൂരിയത്ത് കൊണ്ടാ. ഇഷ്ടം മദീന, എൻ ഇഷ്കും മദീന, ഖൽബിൽ മദീന, ഒന്നു കാണാൻ മദീന. ഇഷ്ടം മദീന, എൻ ഇഷ്കും മദീന, ഖൽബിൽ മദീന, ഒന്നു കാണാൻ മദീന. ഇലൽ മദീന നറൽ അമീന ത്വഹ നബീന ദുഖരി ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്നാ ഇല്ലല്ലാഹ്. ഹബീബിന്റെ ആഗമനത്തിലെ മദീനക്കാര് സന്തോഷിക്കാണ്. മദീനക്കാർക്ക് ആ നാടിന്റെ പേരെന്നെ മാറിയാണ്. യസ്രിബ് എന്ന പേര് മാറിയിട്ട് പിന്നെ മദീനത്തു റസൂലില്ലാഹ്,
മദീന ഏത് പട്ടണത്തിനും പറയാം, പക്ഷേ ഈ പട്ടണത്തിന്റെ പേര് മദീനത്തു റസൂലില്ല എന്നാണ്. പിന്നെ നമ്മളിങ്ങനെ സിമ്പിളായിട്ട് വിളിക്കുകയാണ് മദീന മദീന. അൽ മദീന എന്ന് പറഞ്ഞാൽ മഅരിഫന്റെ അല്ലിട്ട് പറഞ്ഞാൽ പിന്നെ ഏതന്നെയാണ്? മുത്തുനബിന്റെ മദീന തന്നെയാണ്. ഇവിടെ ഒരു അൽമദീന ഉണ്ടല്ലേ, പരിസരത്തൊക്കെ അൽമദീന സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റ് എഴുതിയില്ലെങ്കിൽ നമ്മൾ കൊടുക്കും. അതുകൊണ്ട് അതാ ബർക്കത്തിനിട്ടതാ. അല്ലാഹു നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ കച്ചവടത്തിലും വരുമാനത്തിലും ഒക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റി തരട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് മുഅ്മിനീങ്ങളെ, ആ ഹബീബിനെ കൊണ്ട് സന്തോഷിക്കൽ നിർബന്ധാണ് ഞങ്ങൾക്ക് എന്നാണ് മദീനക്കാർക്ക് തിരിഞ്ഞത്. ചില ആൾക്കാർക്ക് ഇപ്പോഴും തിരിയൂല്ല. തിരിയണ്ട. അല്ലാഹു തആല നല്ല ബോധം കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കുറെയൊക്കെ മാറിയിട്ടുണ്ട്. പണ്ട് പറഞ്ഞൊക്കെ ഇളവൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ കുറെയൊക്കെ ചൊല്ലാനും പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് വിഷമൊന്നുമില്ല. ഏതുകൊണ്ട് റോഡ് ബ്ലോക്ക് ആവല്? സിംഗാരി മേള കൊണ്ട് ബ്ലോക്ക് ആവല് ഒരു വിഷമമില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചൊല്ലി ഒന്ന് നടന്നിട്ട് ആരെങ്കിലും ഒന്ന് വിഷമിച്ച് നോക്കി നടക്കാൻ പഠിച്ചവനെ കണ്ടില്ലേ? വല്ലാത്തൊരടങ്ങേറാക്കല്. അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടപ്പെടുവോ? ന്യായിക്ക് നീട്ടി വിളിച്ചിട്ട് വഅദ് പറയാൻ ഉഷാറാണ്. അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടപ്പെടുവോ കുച്ചിപ്പുടി? അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടപ്പെടുവോ സർക്കസ്, കളവ് പറയൽ മത്സരങ്ങള്? അവരെ പോസ്റ്ററിന്റെ താഴെ എഴുതി വെച്ചത് ഇന്നലെ ഞാൻ കണ്ടത്. എവിടുന്ന് കിട്ടിയ ദീനാ മോനെ ഇത്? ഏത് സുന്നത്താനി ഇത്തിബാ ചെയ്യുന്നത്? ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനേ, ആ ഹബീബിനോട് മഹബ്ബത്ത് വേണേ, സ്നേഹം വേണേ. അതിനെന്തു വേണോ? ആ ഹബീബിനെ പഠിക്കണോ, ആ ഹബീബിനെ വായിക്കണോ, അവിടുത്തെ ജീവിതം പഠിക്കണോ. എത്രമേൽ കഷ്ടപ്പെട്ടവരാ മുത്തുനബി. ഈ ഉമ്മത്തിന് വേണ്ടി എത്ര സഹിച്ചവരാ, എത്ര വേദനകളാ സഹിച്ചത്. മക്കത്തെ കുഫാർ എത്രയാ അവിടത്തേക്ക് അക്രമം അഴിച്ചു വിട്ടത്. അല്ലാഹുവിന്റെ ഹബീബ് 40 വരെ മക്കക്കാർക്ക് അൽ അമീന, എല്ലാവർക്കും സുസമ്മതന, എല്ലാവർക്കും വിശ്വസ്തന, എല്ലാവർക്കും പൊതുസമ്മതനാണ്. എത്രത്തോളം കഅബാലയത്തിലേക്ക് ഹജറുൽ അസ്വദിനെ വെക്കാൻ, ആരാ വെക്കേണ്ടതെന്ന തർക്കം തീർക്കാൻ മുത്തുനബി കടന്നു വന്നപ്പോ എല്ലാവരും ഒറ്റ വാക്കോടെ ഓക്കെ പറഞ്ഞതാണ്. അത്രമേൽ സുസമ്മതനായിരുന്നല്ലോ ആ ഹബീബ്. 40-ാം വയസ്സിൽ നബുവത്തും റിസാലത്തും ലഭിച്ചിട്ട് ജനങ്ങളോട് ഈമാനിന്റെ സന്ദേശം പറഞ്ഞപ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞപ്പോ അവര് കൂക്കിയതാ, അവര് ചീത്ത വിളിച്ചതാ, അവര് കല്ലെറിഞ്ഞതാ, അവര് ഭ്രാന്തനാക്കിയതാ. അള്ളാന്റെ ഹബീബിനെയാ വിളിച്ചത് ഭ്രാന്തനെന്ന്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, നബിയേ തങ്ങള് തളരല്ലേ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, തങ്ങളെ റബ്ബ് കൈവിടൂല്ല. അവരെന്തു പറഞ്ഞിട്ട്? നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. തങ്ങളെ അവര് ഭ്രാന്തനാണെന്ന് പറഞ്ഞാലും തങ്ങൾ ഭ്രാന്തനല്ല കേട്ടോ. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. തങ്ങൾ ഏറ്റവും ഉത്തമനായ സ്വഭാവത്തിന്റെ ഉടമയാ. അതിനേക്കാൾ വലിയ സ്വഭാവമുള്ള ഒരാളുമില്ല. അതിനേക്കാൾ സന്തോഷത്തോടുകൂടെ പെരുമാറുന്ന ഒരാളും ഈ ഭൂമി ലോകത്തില്ല. ഫഖന്നബിയിന ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി ചൊല്ലു മൗലായ. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ഫാഖൻ നബിയീന,
അള്ളാന്റെ ഹബീബ് ഏറ്റവും ഫൗഖിലാണ്. ഏതെല്ലാം വിഷയത്തില് എന്തെല്ലാം ഉണ്ട് അതിലൊക്കെ, എന്തെല്ലാം നന്മ ഉണ്ടോ അതൊക്കെ അള്ളാന്റെ ഹബീബ് ഫൗഖിലാണ്. അവിടുത്തെ സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും വലം യുദാനുഹു ഫീ ഇൽമി, അവിടുത്തെ ഇൽമിനോട് അടുക്കാൻ ഒരു കുഞ്ഞിന് കഴിയോ? വലാ കറമീൻ, ബഹുമാനം നോക്കുകയാണെങ്കിലും കഴിയൂല. ഫൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫിൻ വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളാമി മൗലൈ മൗലായ സ്വല്ലി വസല്ലിം. എന്തെല്ലാം ഷറഫായി അള്ളാന്റെ ഹബീബിലേക്ക് നിങ്ങൾക്ക് ചേർത്തി വെക്കാൻ പറയോ കയ്യോ? എല്ലാം ചേർത്തി പറഞ്ഞോ. നീ ദൈവാക്കണ്ട, പടച്ചോനാക്കണ്ട, അതല്ല, എന്തെല്ലാം കറമും ഷറഫും ഒക്കെ ചേർത്താൻ കഴിയോ ഹബീബിലേക്ക് ചേർത്തി പറഞ്ഞോ. മോനെ, എന്നെ കൊണ്ട് കഴിയണില്ല, എഴുതിയിട്ട് എന്നാണ് അതിന്റെ ഒരു ഉള്ളടക്കം. ഇത് എഴുതിക്കൊണ്ട് തീർക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. ഈ പേൻ മരങ്ങൾ മുഴുവനും പേനാക്കിയാലും വെള്ളം മുഴുവനും മഷിയാക്കി എഴുതിയാലും ഹബീബിനെ വായിക്കാനോ എഴുതാനോ പറയാനോ തീർക്കാൻ കഴിയൂല. ഏത് പഠനവും പഠിച്ചു കഴിഞ്ഞ് നമുക്ക് പറയാണ്ടാകും, ഞാൻ കോഴ്സ് പൂർത്തിയായി. എന്നാൽ മുത്തുനബിയെ പഠിച്ചോനക്ക് അങ്ങനെ ഒന്നും പറയാനുള്ള ചാൻസ് ഇല്ല. ഓന്റെ ജീവിതം മുഴുവൻ പഠിച്ചാലും മുത്തുനബിയെ പഠിച്ചു തീർക്കാൻ കഴിയൂല. ആ ഹബീബിനെ അറിഞ്ഞാലേ സ്നേഹിക്കാൻ കഴിയൂ മുഅ്മിനേ. മക്കക്കാർക്ക് 40 വരെ അൽ അമീനാണെങ്കിൽ 40ന്റെ ശേഷം മജ്നൂന, ആട്ടിയോടിച്ചതാ. കഅബാലയത്തിന്റെ മുറ്റത്ത് സുജൂദ് ചെയ്തപ്പോ അബൂജഹല കൊണ്ടുവന്ന് തള്ളിയത് അവിടുത്തെ തിരുമേനിയില് അതേ ഒട്ടകം പ്രസവിച്ചതിന് ശേഷമുള്ള വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളിയതാ. അള്ളാന്റെ ഹബീബിന്റെ പൊന്നുമോള ഓടി വന്നത് ബീവി ഫാത്തിമത്തു സഹ്റ. ആരാ ഉമ്മ? ഫാത്തിമ ബീവി. അവരെ കുറിച്ച് പറഞ്ഞാൽ ഇന്നതെന്നെ പറയേണ്ടി വരുമല്ലോ. പ്രിയപ്പെട്ട മോളല്ലേ, ഹബീബിന്റെ ഇഷ്ടക്കനിയല്ലേ. മൻ സർറഹാ ഫഖദ് സർറനീ. ആരാണ് എന്റെ ഫാത്തിമാനെ സന്തോഷിപ്പിക്കുന്നത്? അവരെന്നെയാ സന്തോഷിപ്പിച്ചത്. ഇത് മുത്തുനബിയുടെ വാക്കാപ്പങ്ങളെ. നമ്മളെ നടത്തം എങ്ങനെയാ, നമ്മളെ തലമറക്കൽ എങ്ങനെയാ, വസ്ത്രവിധാനം എങ്ങനെയാ, ഇടപാടെങ്ങനെയാ, ഹെയർ കട്ടിങ് എങ്ങനെയാ? യോ എന്റെ ചെറുപ്പക്കാരാ, കല്യാണ വേളകൾ എങ്ങനെയാ, ജീവിതം എങ്ങനെയാ മോനെ, യാത്രകൾ എങ്ങനെയാ? അതേ, നിന്റെ എല്ലാ സന്തോഷത്തിലും നീ നിലപാട് ഏത് രൂപത്തിലാ എടുക്കുന്നത്? ഈ ഹബീബിനെ സന്തോഷിക്കുന്നതാണോ? ഫാത്തിമ ഉമ്മന്റെ കൽബ് സന്തോഷിക്കോ ഉമ്മ? ആ ഉമ്മഹാത്തുൽ മുഅ്മിനീനെ വേദനിച്ചാൽ അള്ളാന്റെ ഹബീബ് വേദനിക്കുമെന്നല്ലേ ഈ വാക്കിന്റെ അർത്ഥമുള്ളത്? പോകട്ടെ, ആ ഫാത്തിമ ഉമ്മ എന്റെ കരളിന്റെ കഷ്ണമാണെന്നാ റസൂലുള്ളാഹിന്റെ വാക്ക്. ഹബീബുള്ളാഹിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മോളാണ്. ആ ഹബീബിലേക്ക് ചേർന്ന് നിന്നവരാണ്. അവിടുത്തെ പ്രയാസങ്ങളൊക്കെ കണ്ണുകൊണ്ട് കാണാൻ കഴിയേണ്ടി വന്നവരാണ്. മറ്റുള്ളവരെല്ലാം വിവാഹം കഴിഞ്ഞു പോയപ്പോഴും കൂടെ നിന്ന മഹദിയാ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഫാത്തിമത്തു ഖിത്അതു കബദീ. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാ. എത്ര വലിയ മഹദിയാ മുഅ്മിനേ! ആരാ ഫാത്തിമ ബീവി? ഒന്ന് മാത്രം വായിച്ചാ മതി. അവിടുത്തെ ഉപ്പയാരാണ്? അവിടുത്തെ ഭർത്താവ് ആരാണ്? അവിടുത്തെ മക്കളാരാണ്?
അവിടുത്തെ ഉമ്മയാരാണ്? ഇതെല്ലാം മഹാന്മാരും മഹതികളുമല്ലേ? അള്ളാന്റെ ഹബീബിന്റെ ഇഷ്ടക്കനിയല്ലേ? ആ ഉമ്മയാ ഓടി വന്നത്. ഫാത്തിമ ഉമ്മ ഓടി വന്നിട്ട് താങ്ങാൻ കഴിയാത്ത കനമുള്ളതെടുത്ത് മാറ്റുകയാ. എത്രത്തോളം പ്രിയപ്പെട്ടവരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. മറ്റൊരു സമയത്ത് അള്ളാന്റെ ഹബീബ് കഅബാലയത്തിന്റെ മുറ്റത്ത് നിൽക്കുമ്പോ അതാ വരുന്ന ശത്രുക്കള് അള്ളാന്റെ ഹബീബിന്റെ കഴുത്തിലാ ഷാളിട്ട് മുറുക്കിയത്. അള്ളാന്റെ ഹബീബിന്റെ പിൻഭാഗത്തുനിന്ന് കഴുത്തിൽ ഷാളിട്ട് വലിഞ്ഞ് മുറുക്കാണ്. ശ്വാസം ലഭിക്കോ? നമ്മളെക്കാൾ പവറുള്ളവരാണ് ഹബീബ്. അള്ളാന്റെ ഹബീബിന്റെ ശക്തിയേക്കാൾ ശക്തിയുള്ള ഒരാളില്ല. എങ്കിലോ ഇത്തരം ശത്രുക്കൾ കൂടി നിന്നിട്ട് ഷാളിട്ട് വലിഞ്ഞ് മുറുക്കാണ്. അള്ളാന്റെ ഹബീബിനെ വേദനിച്ചിട്ടുണ്ട്. സിദ്ദീഖോരാ കണ്ടത്, സിദ്ദീഖോരാ കണ്ടത്. സിദ്ദീഖോർക്ക് സഹിക്കോ മുഅ്മിന്? ഇല്ലല്ലോ. തന്റെ നഫ്സിനേക്കാൾ അള്ളാന്റെ ഹബീബിന് സ്ഥാനം കൊടുത്തവരല്ലേ സിദ്ദീഖ് തങ്ങള്. നബിയേ വല്ലാതെ ദാഹിക്കുന്നുണ്ടല്ലോ നബിയേ. ദാഹയോടുകൂടെ നടക്കുമ്പോ കുടിക്കാൻ ഒരൽപ്പം പാലാണ് ഒരാള് കൊടുത്തത്. തങ്ങൾ കുടിക്കൂ നബിയേ. പകുതി കുടിച്ചിട്ട് സിദ്ദീഖോർക്ക് നീട്ടിയപ്പോ നബിയേ അല്പം കൂടി കടിച്ചോളൂ, കുടിച്ചോളൂ, എന്നിട്ട് മതി എന്നാണ്. അല്പം കൂടി നിർബന്ധത്തിന് വഴങ്ങിയ ഹബീബ് കുടിക്കാണ്. ഇനി കാൽ ഭാഗമുള്ളു സിദ്ദീഖേ, ഒന്ന് കുടിക്കൂ. അള്ളാന്റെ ഹബീബേ തങ്ങൾ കുടിക്കൂ ഹബീബേ. നിർബന്ധിച്ച് മുഴുവനും കുടിപ്പിക്കുകയാണ്. മുഴുവനും കുടിച്ചു കഴിഞ്ഞിട്ട് മുത്തായ തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് സിദ്ദീഖുൽ അക്ബർ പറയാണ്, നബിയേ ദാഹം പോയി നബിയേ, എന്റെ ദാഹം പോയി നബിയേ. തങ്ങളെ ദാഹം തീർന്നില്ലേ? എന്റെ ദാഹവും തീർന്നു ഹബീബ്. എന്റെ പനിയാണ്, വല്ലാത്ത പനിയാണ് സിദ്ദീഖിനെ. എന്തേ കാരണോ? മുത്തുനബിക്ക് പനിയുണ്ടെന്നറിഞ്ഞതാണ്. അള്ളാന്റെ ഹബീബിന് ശിഫയായിട്ടുണ്ടെന്ന വാർത്ത കേട്ടപ്പോ സിദ്ദീഖ് തങ്ങളെ ചൂടും പോയി, പനി മാറിപ്പോയി. ഇതാ മുഅ്മിനെ സിദ്ദീഖ് തങ്ങള് അവരെ മഹബത്താണ് ഈ പറഞ്ഞത്. അടുത്തേക്ക് എത്താൻ കഴിയൂല, അരികത്തേക്ക് പോകാൻ കഴിയൂല. അള്ളാന്റെ ഹബീബിന്റെ കഴുത്തിൽ ഷാളിട്ട് മുറുക്കുന്നത് കണ്ടു നിൽക്കാൻ സിദ്ദീഖോർക്ക് കഴിയോ? ഇല്ലല്ലോ. ഓടി ചെല്ലുകയാണ്. മാറടാ അവിടുന്ന്. അള്ളാന്റെ ഹബീബിന്റെ അടുക്കൽ നിന്ന് രണ്ടുപേരെയും തള്ളി മാറ്റുകയാ. സിദ്ദീഖ് തങ്ങൾക്കും മടി കിട്ടിപ്പോയി. പൊതിര തല്ലുകയാണവര്. ബോധം കിട്ടുപോയി സിദ്ദീഖ് തങ്ങള്. ബോധരഹിതനായി വീണുപോയി മുഅ്മിന്. താങ്ങിയെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി കിടത്താണ്. 2 ദിവസമാ ബോധം തെളിയാൻ എടുത്തത്. ആ സിദ്ദീഖ് തങ്ങള് ബോധം തെളിഞ്ഞപ്പോ ചോദിക്കുന്നത് മാ ഫഅല റസൂലുള്ളാഹ്. അബൂ ഖുഹാഫ എന്ന പൊന്നുപ്പ തലതടവിക്കൊണ്ട് ബോധം കൊടുത്ത് ബോധം തെളിഞ്ഞപ്പോ വെള്ളമായി വന്നപ്പോ വേണ്ട വാപ്പാ, വേണ്ട വാപ്പാ, ഈ സിദ്ദീഖിന് വെള്ളം കുടിക്കാനായില്ല, ഈ സിദ്ദീഖിന് വെള്ളം കുടിക്കാൻ സമയമായിട്ടില്ല. മാ ഫഅല റസൂലുള്ളാഹ്. എന്റെ ഹബീബിനെന്താ സംഭവിച്ചതെന്നറിയാതെ ഒരിറ്റ് വെള്ളം ഇറങ്ങൂല. പ്രിയപ്പെട്ടവരെ, എത്രയാണ് അവര് സഹിച്ചത്, എത്രയാണ് അവരൊക്കെ സഹിച്ചത്. പ്രിയപ്പെട്ട മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ അവിടുന്ന് ഒരിക്കലും മുത്തുനബിയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓ എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനോട് ആയിഷ ഉമ്മ ചോദിക്കുകയാണ്, നബിയേ ഉഹദ് യുദ്ധത്തിനേക്കാൾ തങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടായ സമയം വേറെയുണ്ടോ നബിയേ? ഉഹദ്
യുദ്ധം അല്പം പരാജയം നേരിട്ട യുദ്ധമാണ്. ബദർ യുദ്ധം വലിയ വിജയത്തോടുകൂടെ പോന്നു. പക്ഷേ ഉഹദില് ചെറിയ ഒരു പാളിച്ച പറ്റിപ്പോയി. ആദ്യഘട്ടം വിജയാണെങ്കിൽ പോലും പിന്നീട് ശത്രുക്കൾ പിൻവഴിയിലൂടെ വന്ന് അവിടെ നിർത്തിയിരുന്ന അമ്പെയ്ത്ത് സംഘം ഇറങ്ങിപ്പോന്നതിനാൽ പരാജയം നേരിടേണ്ടി വന്ന ചരിത്രം നമുക്കറിയാം. ആ ഉഹദ് യുദ്ധത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പല്ല് പൊട്ടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കവചമായി അബൂ ദുജാന തങ്ങൾ നിൽക്കുന്നുണ്ട്, അബൂ ത്വൽഹ തങ്ങൾ നിൽക്കുന്നുണ്ട്. തന്റെ നേരെ വരുന്ന അമ്പിനെ തടഞ്ഞു നിർത്താൻ അബൂ ദുജാന തങ്ങൾ നെഞ്ചു വിരിച്ചു കൊടുക്കുന്ന രംഗുണ്ട്. ആർക്ക് കഴിയും മുഅ്മിനെ അങ്ങനെ സ്നേഹിക്കാൻ? ആരെ കൊണ്ടാ ഇങ്ങനെ സാധിക്കല്? ശരീരത്തിലേക്ക് ഒരു മുള്ളു കുത്തിയാൽ സഹിക്കാൻ കഴിയോ? ഒരു സൂചി കുത്തുമ്പോ കൈ കഴിഞ്ഞു പോകൂലേ? അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹ് മുസ്തഫ ചൊല്ലു മുഅ്മിനീങ്ങളെ സ്വലാത്ത്. മദീനത്തുനിന്ന് കാണുന്ന സദസാ, അവിടുന്ന് കബൂലാക്കേണ്ട സദസാ. അതുകൊണ്ട് സമ്മാനമായി പോകട്ടെ സ്വലാത്ത്. ഹബീബ് റസൂലുള്ളാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂരി മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അദിൽ അബ്ദു ബിസ്മില്ലാഹ് അഹ്മദു റബ്ബി ജല്ലല്ലാഹ് അവ്വലു ഖൽഖിൻ നൂറുല്ലാഹ് അഹ്മദു നബിയിൽ സ്വല്ലല്ലാഹ് അസ്സലാത്തു അലൻ നബി. നല്ല ഉച്ചത്തിൽ ചൊല്ലി. അറബി ബദ്റുത്തം പിളർത്തി നബി, ബർഖ് ബുറാഖിലമർന്ന നബി, ബഹ്റുന്നൂർ കടന്ന നബി, ബുശ്റാ നബിയിൽ സ്വല്ലല്ലാഹ് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ الشفيع الأبطاحي والحبيب العربي خزرج أوسي كورت نبي خير الأمم وارت نبي خزرج أوسي كورت نبي خير الأمم وارت نبي ഖാതം പരനാൽ ചേർത്ത നബി ഖാതിമു റസൂലിൽ സ്വല്ലല്ലാഹ് അസ്സലാത്തു അലൻ നബി. വൽഹബീബിൽ അറബി ഉഹ്ദുരനാ ഹബീബിന്റെ നേരെ അമ്പെയ്ത്ത് നടത്തുമ്പോ അബൂ ദുജാന തങ്ങൾ വന്ന് കെട്ടിപ്പിടിക്കുകയാ. അല്ലയോ നബിയേ, ശത്രുക്കളുടെ അമ്പ് തങ്ങളെ ശരീരത്തിൽ തൊടൂല. അബൂ ദുജാന നിലത്ത് വീഴാതെ തങ്ങളെ ഒരു അമ്പും തൊടൂല നബിയേ. എത്രയാ അമ്പ് കൊണ്ട് തറച്ചത് മുഅ്മിന്, എത്രയാ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകിയത്. അബൂ ത്വൽഹ തങ്ങളുണ്ട്, അബൂ ത്വൽഹ തങ്ങളുണ്ട് കൂടെ. 70 വട്ട ശരീരത്തിൽ കൊണ്ടത്. ശരീരത്തിൽ മുറിവായ പിന്നെ നമ്മൾ തളരൂലേ മുഅ്മിന്? ആ സ്വഹാബത്തിന്റെ സഹനമാണിത്, മുത്തുനബി സഹിച്ച സഹനമാണിത്. അബൂ ത്വൽഹ
തൽഹ റളിയല്ലാഹു അൻഹു ആ രണാങ്കണത്തിൽ ഷഹീദായവരാണ്. പ്രിയപ്പെട്ട മുഅ്മിനേ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ സഹിച്ചിട്ട് വല്ലാതെ വേദനിച്ചിട്ട് ആ ഉമ്മത്തിന് എതിരായെന്ന് ദുആ ചെയ്യാൻ സ്വഹാബത്ത് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തതല്ല നമ്മൾ വായിച്ചത്. ഈ ഉമ്മത്തിനൊന്ന് നശിപ്പിക്കാൻ തങ്ങളെ ഒന്ന് കൈമലർത്തിയാ പോരെ ഹബീബേ, അല്ലാഹു പരാജയപ്പെടുത്തുമല്ലോ. വേണ്ട വേണ്ട, അല്ലാഹു തആല എന്നെ അയച്ചത് ലആനായി കൊണ്ടല്ല, ലമുബഅസ് ലആനാ, ഞാനൊരിക്കലും ശപിക്കുന്നവനായി അയക്കപ്പെട്ട ആളല്ല. അന റഹ്മത്തുൽ ലിൽ ആലമീൻ, ഞാൻ ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ്, അനുഗ്രഹമായിട്ടാണ് എന്നെ അയച്ചത്. അല്ലാഹുവിന്റെ ഹബീബിനെ കവചം നിന്ന് സ്വഹാബത്തിനെ വായിച്ചില്ലേ? മുത്തുനബി സഹിച്ച സഹനം ഉഹുദിലേത് നിങ്ങൾ കേട്ടില്ലേ? ചെറിയതേ പറഞ്ഞുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഹംസത്തോര് ആ ഉഹുദ് യുദ്ധത്തിലല്ലേ ഷഹീദായത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ വലങ്കയായിരുന്നില്ലേ ഹംസ റളിയല്ലാഹു അൻഹു? അസദ് എന്ന കിങ്കരനോട് വല്ലാതെ പോരാടിയവനാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ നിന്നവരാണ്, അവിടത്തേക്ക് വലങ്കയായി പ്രവർത്തിച്ചവരാണ്. പക്ഷേ വഹ്ശിയുടെ ആ വിഷത്തിലോട്ടിയ കുന്തത്തിന്റെ മുനയിൽ മഹാനായ ഹംസത്തോര് പിടഞ്ഞുപോയി. ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ആ ഉഹദ് യുദ്ധത്തിലാ പിടഞ്ഞു വീണത്, പൊരുതിയിട്ടാ വീണത്. പാടുമീ കഥ കേട്ടിടുവീരേ, പടവീര പുലി ഹംസത്തോരേ, വീരദർ നബി കൊള്ളമ്മ തോരാ, എന്തും നേരിടും ഹംസത്തെന്നോരാ. അല്ലാഹുവിന്റെ ഹബീബിന് മുന്നും പിന്നും വലതും ഇടതുമായി ഓടി നടന്ന മഹാനാ. ഉഹദ് യുദ്ധത്തിലാ മുത്തുനബിക്ക് ഹംസത്തോര നഷ്ടമായത്. സയ്യിദു ശുഹദാ തങ്ങളെ വിയോഗം ഹബീബായ തങ്ങൾക്ക് വല്ലാത്ത സങ്കടമുണ്ടാക്കിയതാ. ഇതെല്ലാം വായിച്ചറിഞ്ഞ ആയിഷ ഉമ്മന്റെ ചോദ്യമാണ്, നബിയേ ഹൽ അതാ അലൈക യൗമുൻ കാന അശദ്ദ മിൻ യൗമി ഉഹദ്, ഉഹദ് യുദ്ധത്തേക്കാൾ ഉഹുദിന്റെ ദിനത്തേക്കാൾ വലിയ വിഷമുള്ള ദിവസം വേറെ കഴിഞ്ഞോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, അതേ ആയിഷ, ലഖീതു മിൻഹും യൗമൽ അഖബ വകാന അശദ്ദ മാ ലഖീതു മിൻഹും യൗമൽ അഖബ. യൗമുൽ അഖബയുടെ നാള്, അഥവാ ഞാൻ മക്കയിൽ നിന്ന് എന്റെ ആശ്രയമായിരുന്ന അബൂ ത്വാലിബും എന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ ഉമ്മയും പിരിഞ്ഞപ്പോ എന്റെ ഉമ്മയുടെ കുടുംബക്കാരുള്ള ത്വായിഫിലേക്കാ ഞാൻ അഭയം തേടി ചെന്നത്. അവിടെ ചെന്നപ്പോ പ്രതികൂലമാ സാഹചര്യോ, അവരെന്നെ കല്ലെടുത്തെറിഞ്ഞതാ, കൂക്കി വിളിച്ചതാ, കുട്ടികളെ കൊണ്ട് അതേ കല്ലേറ് നടത്തിപ്പിച്ചതാ. എന്റെ മറുവെന്റെ വാക്കിനവരൊരു വിലയും നൽകിയില്ല. ഫന്തലഖതു വഅന മഹ്മൂമുൻ അലാ വജ്ഹി, ഫന്തലഖതു വഅന മഹ്മൂമുൻ അലാ വജ്ഹി, ഞാൻ വല്ലാതെ വിഷമിച്ച് ഇങ്ങനെ തലതാഴ്ത്തി നിന്നൊരു സമയമുണ്ട്. ഫലം അസ്തഫിഖില്ല വഅന ബിഖർനി സആലിബ്, ഖർനു സആലിബിൽ ഞാൻ ഇങ്ങനെ ബോധം തെളിഞ്ഞു വന്നു നിന്ന സമയോ സുബ്ഹാനല്ലാഹ്, ഏറുകൊണ്ടിട്ട് ഓടിയതാ ഹബീബ്. ആ മണ്ണ് നന്നായിട്ടില്ല മുഅ്മിന്, അല്ലാഹുവിന്റെ ഹബീബിനെ ഓടിച്ച മണ്ണ് നന്നായിട്ടില്ല മുഅ്മിന്. ഇന്നും അങ്ങനെ തന്നെയാ. അവിടെ ജനിക്കുന്ന കുട്ടികൾക്കാണ് അധികവും ബുദ്ധിവാന്യമുള്ളത്. അവിടെയാണ് കുതിരവട്ടത്തിന് സമാനമായ സ്ഥാപനമുള്ളത്. സഊദിയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ത്വായിഫിലാണ് അത്തരം രോഗികളുള്ളത്. അല്ലാഹുവിന്റെ ഹബീബിനെ മജ്നൂനാകിയവരാ അവിടത്തേക്ക്
വിഷമമുണ്ടാക്കിയവരാ അവരെ സന്താന പരമ്പരയിൽ കാണിക്കുകയാണ് അല്ലാഹു. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്ന തെറ്റുകാരണോ അള്ളാഹ് ചിലപ്പോ നമ്മളെ മക്കളിൽ തന്ന് പരീക്ഷിക്കും കേട്ടോ. തോന്നിവാസം ചെയ്യല്ലേ ചെറുപ്പക്കാരാ. നിക്കാഹ് കഴിയാതെ അന്യ പെണ്ണിനോട് രാത്രി രാവാളം കൊഞ്ചിക്കൊഴയാണ്. ഒന്ന് ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, മിഠായി കൊടുത്തത്രേ. അവനൊരു ഫോണും വാങ്ങി കൊടുത്തിട്ട് അവൻ സുബഹിയാവോളം കൊഞ്ചിക്കൊഴിയാണ്. അന്യ പെണ്ണാ മോനെ, അന്യ പുരുഷനാ പെങ്ങളെ, പച്ച ഹറാമാ. നിന്റെ സന്തോഷമുള്ള വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ അല്ലാഹ് നിശ്ചയിച്ച വധുവരന്മാരാ, അല്ലാഹ് തന്ന ഇണയാ, അവരോടുള്ള ബന്ധം നല്ലതല്ലല്ലോ തുടങ്ങുന്നത്. നിക്കാഹിന്റെ മുന്നേ തന്നെ ബന്ധം വഷളാക്കിയല്ലോ മോനെ. നിന്റെ ക്ഷമ കെട്ടുപോയോ? ഇത്ര നാള് ക്ഷമിച്ച പോലെ ഒന്ന് നിക്കാഹ് വരെ ക്ഷമിക്കാൻ ഈമാനില്ലാതായി പോയോ മോനെ? അള്ളാന്റെ റസൂലാ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ചണ്ടിത്തരം കാരണോ അള്ളാഹു നമ്മളെ മക്കളിൽ അദാബ് ഇറക്കും കേട്ടോ. അത് നമുക്ക് മുസീബത്തായി കൊണ്ടാ തരല്. പടച്ചോനെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹ് ഈമാൻ തരട്ടെ. ആ ഖർനു സാലിബിൽ ഞാൻ നിന്നപ്പോ എന്റെ സമുദായം മാട്ടിയോടിച്ചപ്പോ ഞാൻ ക്ഷീണിച്ചിട്ട് ഇരുന്ന് തലപൊക്കി നോക്കിയപ്പോ ഫഇദാ ബിസഹാബത്തിൻ ഖദ് അളല്ലത്നി, എന്റെ മുകളിലുണ്ട് ഇങ്ങനെ കാർമേഘം നല്ല തണലായി നിൽക്കുന്നുണ്ട്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തണൽ വിരിച്ചു കൊടുത്ത ഒട്ടനവധി സമയങ്ങളുണ്ട് ചരിത്രത്തില്. മുത്തുനബി പറയാണ്, ആ സമയത്ത് എനിക്ക് തണലായി മേഘം മുകളിലുണ്ട്. ഫനളർതു ഫഇദാ ഫീഹാ ജിബ്രീൽ. ഞാൻ നോക്കുമ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട് അവിടെ. മേഘത്തിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട് അവിടെ വന്ന് നിൽക്കുന്നത്. അല്ലാഹ് എന്നോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, യാ റസൂലല്ലാഹ്, ഇന്നല്ലാഹ ഖദ് അസ്സ വജല്ല ഖദ് സമിഅ ഖൗല ഖൗമിക ലക. തങ്ങളോട് ഈ സമുദായം കാട്ടിക്കൂട്ടിയത് അല്ലാഹ് അറിഞ്ഞിട്ടുണ്ട് നബിയേ, അല്ലാഹ് കേട്ടിട്ടുണ്ട് ഹബീബേ. വമാ റദ്ദൂ അലൈക വമാ റുദ്ദൂ അലൈക. തങ്ങൾ എന്താണ് അവർക്ക് റീപ്ലൈ നൽകിയതെന്നും അല്ലാഹു കണ്ടിട്ടുണ്ട്. വഖദ് ബഅസല്ലാഹു മലക്കൽ ജിബാൽ, മലക്കുൽ ജിബാലിനെ, ഈ പർവ്വതത്തിന്റെ ഉത്തരവാദിത്തമുള്ള മലക്കിനെ അല്ലാഹ് നിയോഗിച്ചിട്ടുണ്ട്, പറഞ്ഞയച്ചിട്ടുണ്ട്. എന്താ വേണ്ടത് ചെയ്യാനാ നിർദ്ദേശമുള്ളത്? അള്ളാന്റെ ഹബീബേ, നിങ്ങളൊന്ന് യസ് മൂളിയാൽ മതി, നിങ്ങളൊന്ന് സമ്മതം മൂളിയാൽ മതി. ഈ സമുദായത്തെ മുഴുവനും ഈ മലയങ്ങ് മറച്ചിട്ടിട്ട് നശിപ്പിക്കാൻ അള്ളാന്റെ തീരുമാനമുണ്ട് നബിയേ. ത്വായിഫ് പോയവർക്കറിയാം, നല്ല മലനിരകളാണല്ലോ അവിടെയുള്ളത്, പുൽമേടുകളുണ്ടല്ലോ, നല്ല കൃഷിസ്ഥലമാണല്ലോ ത്വായിഫ്. ആ മലനിരകൾക്കിടയിലല്ലേ ഖൗമുള്ളത്. ആ മലയെ ഞാനങ്ങ് മറിച്ചിട്ടേക്കാം. തങ്ങളൊന്ന് സമ്മതം തന്നാ മതി നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലേ, അതല്ലേ നമ്മൾ തുടങ്ങിയത്. മുത്തുനബി പറഞ്ഞു, വേണ്ട വേണ്ട, ഇൻ ശിഅത അൻ തുബിഖ അലൈഹിമുൽ അഖ്ശബീന. തങ്ങളെ നിങ്ങളൊന്ന് പറഞ്ഞാ മതി, ഈ രണ്ട് മലകൾക്കിടയിൽ പെട്ടിട്ട് അവരെ ഞാൻ ചമന്തിയാക്കിയേക്കാം, അവരെ ഇല്ലാതാക്കിയേക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട ജിബ്രീലേ, ബൽ അർജൂ അൻ യുഖ്റജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബുദുല്ലാഹ്.
ഈ ഖൗമിന്റെ പരമ്പരയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിന് അതേ അവർ സത്യപ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ അല്ലാഹു തൗഫീഖ് കൊടുത്താ, ഏതെങ്കിലും ഒരുത്തൻ ഈ മെമ്പർഷിപ്പ് എടുത്താ അവിടെ ഒരു യൂണിറ്റ് തുടങ്ങാൻ കഴിഞ്ഞ അതാ എനിക്ക് ഖൈറ്, അതാണ് എനിക്ക് ഖൈറ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചിന്ത നോക്ക് മുഅ്മിന്. 40-ാം വയസ്സിൽ ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ചിട്ട് വലിച്ചിറങ്ങുമ്പോ എന്തിനാ പേടിച്ചത്? റബ്ബേ, എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യ നിർവഹണത്തിന്റെ വിഷയത്തിൽ വീഴ്ച വരുമോ? ഇതാ മുഅ്മിനെ പേടിയുള്ളത്, അല്ലാതെ മലക്കിനെ കണ്ട് പേടിച്ചതല്ല. എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിന്റെ നിർവഹണത്തില് പാളിച്ച വരുമോ റബ്ബേ എന്ന പേടിയിൽ പനിച്ചതാണ്. ആ പേടി കാരണമാ ഇത്രമേൽ ആക്രമിക്കപ്പെട്ടിട്ടും എന്തിനും സൗകര്യമുണ്ടായിട്ടും അഫുവിന്റെ മനസ്സ് കണ്ടില്ലേ? അവിടുത്തെ വിശാല മനസ്സ് കണ്ടില്ലേ? ഞാൻ എന്റെ വിഷയം ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. ഇത്രമേൽ സഹിച്ച സഹനത്തില് അള്ളാന്റെ ഹബീബ് സ്വീകരിച്ച ഏത് നിലപാടാ? ഇതാ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലൻഫദ്ദൂ മിൻ ഹൗലിക്. നബിയേ, ഖുർആൻ പറയാ, തങ്ങളെ ഖൽബിൽ ഇത്ര വലിയ റഹ്മത്തില്ലായിരുന്നുവെങ്കിൽ, ഇത്ര വലിയ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ, തങ്ങളൊരു പരുക്കൻ സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ, ലൻഫദ്ദൂ മിൻ ഹൗലിക, തങ്ങളെ ചുറ്റും ഒരാളെ കിട്ടൂല, ഒരാളും തങ്ങളെ കൂടെ കൂടൂല. അയൽവാസിനോട് പിണക്കാണ്. എന്തേ? ഓനിന്റെ മോളെ കല്യാണത്തിന് ഒന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഗേറ്റ് തുറന്നതിന് ഓൻ അവരോട് ചൂടായിക്കണം. ഇന്ന് ഞാൻ ചൊല്ലി തന്നെ. അന്നൊരു സാധനം ഞാൻ ഓനെ വീട്ടിൽ പോയി ചോദിച്ചപ്പോ ഓൻ തന്നിട്ടില്ല, ഇന്ന് ഞാൻ കൊടുക്കൂല. എന്താ വിശാലത! ആരാ ഉമ്മത്താ? മുത്തുനബിന്റെ ഉമ്മത്ത്. റബീഉൽ അവ്വൽ പരിപാടിക്ക് മുമ്പിലുണ്ട് കൊടി പിടിക്കാൻ. ആജേര് അയൽവാസിനോട് പിണക്കത്തില, അഞ്ചനോട് ചൊടിയിലാണ്. ആ കുടുംബത്തിൽ പിണക്കാണ്. അഫ്വ് ചെയ്ത് കൊടുക്കൂ, വാവല്ലേ, ഹജ്ജിനോഹല്ലേ, ഒന്ന് പൊരുത്തപ്പെട്ടെടുത്താളി. ഓൻ ഹജ്ജ് ചെയ്തില്ല, ഇൻകന്താ? നല്ല അഫ്വിന്റെ മനസ്സല്ലേ. മുഅ്മിനെ, എവിടുന്നാ നമ്മള് മുത്തുനബിന്റെ ഇഷ്ടം വാങ്ങല്, അള്ളാന്റെ പൊരുത്തം വാങ്ങല്? മറ്റുള്ളവനക്ക് അഫ്വ് ചെയ്തു കൊടുക്കാനും മനസ്സില്ലെങ്കിലേ അള്ളാഹ്ക്ക് നമുക്ക് അഫ്വ് ചെയ്യാനും മനസ്സില്ല. ഖുദിൽ അഫ്വ് വഅ്മുർ ബിൽ ഉർഫ് വഅരിദ് അനിൽ ജാഹിലീൻ. ഇതല്ലേ ഖുർആനിന്റെ അധ്യാപനോ? അഫ്വ് ചെയ്യ മനുഷ്യ. എന്തെല്ലാം ചെയ്തവർക്കാ മുത്തുനബി മാപ്പ് കൊടുത്തത്? തന്റെ ഹംസത്തോരെ കൊന്ന വഹ്ശിയല്ലേ മുമ്പിൽ വന്നത്? മാപ്പ് കൊടുത്തില്ലേ? എത്ര പേർക്കാ മാപ്പ് കൊടുത്തത്? കൊല ചെയ്യാൻ അരയിൽ വാള് തിരികെ വന്നവരില്ലേ? അവർക്കും അല്ലാഹുവിന്റെ റസൂല് ഇളവ് കൊടുത്തില്ലേ? എത്ര വിശാലമായ മനസ്സാ ഹബീബിൻ്റെത്! എത്ര സംഭവങ്ങളാ പറയാനുള്ളത്! 11 മണിയാണ് എന്റെ സമയോ. ഞാൻ എന്റെ വാക്ക് ചുരുക്കാം. മുഅ്മിനേ, അവിടുത്തെ സ്വഭാവം പഠിക്കണേ. അലം നശ്റഹ് ലക സദ്റക്. തങ്ങളെ മനസ്സിന് വല്ലാത്ത വിശാലതയാ റബ്ബ് തന്നത്. മുഅ്മിനേ, 5 വക്ത് നിസ്കാര ശേഷം ഒരു 3 തവണ ഈ സൂറത്ത് ഓദിക്കോ. ഖൽബ് നന്നാകണം എന്നുള്ള ചിന്തയിൽ ഓദിക്കോ. മനസ്സല്ല നന്നാക്കി തരട്ടെ. ഖൽബ് നന്നായില്ലെങ്കിൽ ഈ നീളക്കുപ്പായം കൊണ്ട് കാര്യമില്ലല്ലോ മുഅ്മിന്. ഈ കോട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. ഈ പട്ടം കൊണ്ട് കാര്യമില്ലല്ലോ. ഈ സ്ഥാനമാനങ്ങളെ കൊണ്ട്, സമ്പത്ത് കൊണ്ട്, കുടുംബ മഹിമ കൊണ്ട് എന്ത് പവറാണുള്ളത്? ഇല്ല മോനെ, ഇല്ല. അള്ളാന്റെ അടുക്കൽ ഒരു സ്ഥാനവും നിനക്കില്ല. നാട്ടിലെ പ്രസിഡന്റ്
പ്രസിഡന്റ് ആകേക്കാ, വലിയ ആളെയാക്കാ, കാട്ടുകാരണവരായേക്കാ, നാലാളിനെ കാണുമ്പോ എണീറ്റ് നിന്നേക്കാ. പക്ഷേ ഖൽബ് നന്നല്ലെങ്കിൽ അള്ളാന്റെ അടുക്കൽ ഒരു ഹറക്കത്ത്, ഒരു സെക്കൻഡ്, ഒരു ഇബ്രത്തിന്റെ വലിപ്പം പോലും നിനക്ക് സ്ഥാനമില്ല മോനെ. അതുകൊണ്ട് ഖൽബ് നന്നാകട്ടെ. ആരോടെങ്കിലും ചൊടിയിൽ കഴിയുന്നുവെങ്കില്, പിണങ്ങിക്കഴിയുന്നുവെങ്കില്, സ്വന്തം രക്തത്തോട് ചൊടിയിലാണെങ്കില്, തെറ്റിക്കഴിയാണെങ്കില് ഒന്ന് പോയി ഇണങ്ങൂ ഉപ്പാ. ഓ എന്റെ ഉമ്മ, പൊന്നുമോനോട് പിണക്കത്തിലാണ്, ശാപവാക്കാണ്. എന്തേണ്? അവൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവന്റെ സ്വഭാവത്തിൽ മാറ്റമാണ്. ഉമ്മാ, മക്കളെ ശപിക്കല്ലേ. ഓ എന്റെ പൊന്നുമോനെ, കല്യാണം കഴിഞ്ഞിട്ട് വാപ്പാനെ ഉമ്മാനെ സൈഡാക്കല്ലടാ. അവരെ നോക്കുന്നതിൽ വീഴ്ച വരുത്തല്ലേ. അവരോട് കാണിക്കുന്ന സ്നേഹത്തിൽ നീ കുറവ് വരുത്തല്ലേ. അനുഭവിക്കേണ്ടി വരും കേട്ടോ, അനുഭവിക്കേണ്ടി വരും കേട്ടോ. അവരോട് സ്നേഹമസൃണമായ ജീവിതം കാഴ്ചവെക്ക്, അലിവോടുകൂടെ ജീവിക്ക്. അള്ളാഹുവിന് നന്ദി ചെയ്യ് നിങ്ങള്. അനിഷ്കുർലി വലിവാലിദൈ, എനിക്ക് നന്ദി ചെയ്യണേ എന്ന് അള്ള പറഞ്ഞതിനോട് ചേർത്തി പറഞ്ഞത് മാതാപിതാക്കൾക്കും നന്ദി ചെയ്യ് എന്നല്ലേ. ഒരിക്കലും ഒരെ കണ്ണീര് കുടിപ്പിക്കല്ലേ മോനെ. വിജയിക്കാൻ കഴിയൂല. റസൂലുള്ളാനെ വായിച്ച മജ്‌ലിസാ, അവിടുത്തെ പറഞ്ഞ മജ്‌ലിസാ. പറയാനിയുള്ളവൻ അർഹനല്ല, അവിടുത്തെ ഖുലുഖ് നേടിയവനല്ല. ആ ബറക്കത്ത് കൊണ്ട് നമ്മളെ സ്വഭാവം അല്ലാഹു നന്നാക്കി തരട്ടെ. ഭാര്യയുടെ ഖൽബിൽ എങ്ങനെയാ ഉപ്പാ നമ്മള്? ഓ പെണ്ണെ, നിങ്ങൾ എങ്ങനെയാ ഭർത്താവിന്റെ ഖൽബില്? ഭർത്താവിന്റെ പൊരുത്തം വാങ്ങാതെ സ്വർഗമില്ലെന്നല്ലേ മുത്തുനബി പഠിപ്പിച്ചത്. ഓ വാപ്പാ, പെണ്ണിന്റെ കണ്ണുനീരൊഴുക്കല്ലേ, വാക്ക് കുത്തുവാക്ക് പറയല്ലേ, വിഷമിക്കുന്ന ക്രിയകൾ ചെയ്യല്ലേ. അവര് പാവങ്ങളാ, പാവങ്ങളാ. പെണ്ണിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഇത്തഖുന്നാ, നരകത്തെ കാക്കണേ നിങ്ങള്. പെണ്ണിന്റെ വിഷയത്തിൽ നല്ലോണം ശ്രദ്ധിക്കണേ. അവര് അള്ളാന്റെ ഹബീബ് വല്ലാതെ എടുത്തു പറഞ്ഞതാ. കുടുംബത്തിൽ നല്ലോണം രൂപത്തിൽ വർത്തിക്കൂ നിങ്ങള്. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ കുടുംബത്തോട് നല്ല രൂപത്തിൽ വർത്തിക്കുന്നവനാണ്. ഞാനാ നിങ്ങൾക്ക് റോൾ മോഡല്. ഇതല്ലേ മുത്തുനബിയുടെ പാടോ? നല്ല രൂപത്തിലാകട്ടെ കുടുംബജീവിതോ. ത്വലാഖുകൾ പെരുകുകയാണ്, ഡൈവോഴ്സുകൾ പെരുകുകയാണ്. കാലം വല്ലാതെ മോശമായിരിക്കുകയാ. ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയാ വിവാഹമോചനം തേടുന്നത്. ഓപ്പങ്ങള്, ഇതെന്താ കുട്ടിക്കളിയാണോ, തമാശയാണോ? അള്ളാഹ്ക്ക് ദേഷ്യമുള്ളതാ ത്വലാഖ്. അള്ളാഹ്ക്ക് ഹലാലാക്കിയിട്ടുണ്ടെങ്കിലും ദേഷ്യമുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത അവസ്ഥയാ കടന്നു പോകുന്നത്. മോനെ, മുത്തുനബിയോടുള്ള മഹബത്ത് ഖൽബിൽ കയറ്റിയാൽ അതെല്ലാം നിലക്കും നമുക്ക് നന്നാകാൻ കാരണമാകൂ. ആ ഹബീബിനെ പഠിച്ചാൽ എല്ലാ നിലക്കും നന്നാകാൻ കഴിയോ. മഹബത്ത് ഖൽബിൽ കയറിയാൽ അല്ലാഹും അവന്റെ ഹബീബിനും ഇഷ്ടമില്ലാത്ത ഒരാളും ഖൽബിൽ കടക്കൂല. അന്യ പെണ്ണിനെ കമന്റ് അടിക്കൂല, അന്യ പുരുഷനുമായി ചാറ്റ് ചെയ്യൂല, ഭർത്താവിനെ വഞ്ചിക്കൂല. അള്ളാന്റെ ഹബീബിനെ ഇഷ്ടമില്ലാത്ത, റബ്ബിന്റെ പൊരുത്തമില്ലാത്ത ഒരു ഇടപാടിലും നിൽക്കൂല. പലിശയുമായി ബന്ധപ്പെടൂല, ഒരാളെ വഞ്ചിക്കൂല, കളവ് പറയൂല, സുന്നത്ത് വിടൂല. الذين آمنوا والذين آمنوا أشد حبا لله.
ഈമാനുള്ളവരാരാ? അല്ലാഹുവിനോട് വല്ലാതെ മഹബ്ബത്തുള്ളവരാണ്. അല്ലാഹുവിനോട് മഹബ്ബത്തുള്ളവരാണ് വല്ലാതെ ഈമാനുള്ളവര്. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആ ഹബീബിനെയാണ് ഇവിടെ പറഞ്ഞത്. ഫല്ലദീന ആമനൂ ബിഹി, ആരാണ് മുത്തുനബിയെ കൊണ്ട് വിശ്വസിച്ചത്? വഅസ്സറൂ, ആരാണ് ആ ഹബീബിനെ ബഹുമാനിച്ചത്? ആരാണ് നബിദിനം വന്നപ്പോ ആദരിച്ചത്? തിങ്കളാഴ്ചയെ ആദരിച്ചത്, വെള്ളിയാഴ്ചയെ ആദരിച്ചത്, ബഹുമാനിച്ചത്. വനസറൂ, ആ ഹബീബിനെ സഹായിച്ചത്. ദീനിനെ സഹായിക്കലാണ് ഇവിടെ വിഷയമുള്ളത്. മുത്തുനബിയെ സഹായിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചില്ല. അവിടത്തേക്ക് ചെരുപ്പ് എടുത്തു കൊടുത്തവരുണ്ട്, പൊതു കൊടുക്കാൻ വെള്ളം എടുത്തു കൊടുത്തവരുണ്ട്. അങ്ങനെ സ്വർഗം വാങ്ങിയ സ്വഹാബത്തുണ്ട്, പിന്നിൽ അണിനിരന്നവരുണ്ട്. ഭാഗ്യമില്ലല്ലോ നമുക്ക്, നമ്മളന്ന് പിറന്നില്ലല്ലോ, പിന്നെങ്ങനെയാ സഹായിക്കല്? കൊടിക്ക് കീഴിൽ അണിനിരക്ക് ചെറുപ്പക്കാരാ, ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യ്, തിരക്ക് മാറ്റിവെക്ക്. ഒഴിവ് സമയങ്ങൾ മുഴുവനും ദീനിന്റെ ഖിദ്മത്തിനായി ചെലവഴിക്ക്. എന്റെ ആയുസ് കൊണ്ട് എനിക്ക് എന്താ ചെയ്യാൻ കഴിയല്? എന്റെ സമ്പത്ത് കൊണ്ട് എന്താ ദീനിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയല്? എന്ത് സമയമായി എനിക്ക് മാറ്റിവെക്കാൻ കഴിയല്? അള്ളാന്റെ കോടതിയിൽ ചോദ്യമുണ്ടല്ലോ, എന്തേ മോനെ യുവത്വം കാട്ടിക്കൂട്ടിയത്? ഞാൻ അല്പം തുള്ളി അല്ലാ കല്യാണരാവ് അടിച്ച് പൊളിച്ച റബ്ബേ, പറയാൻ കഴിയൂലല്ലോ മോനെ. ദീനിന് വേണ്ടി ചെലവഴിക്ക് നിന്റെ സമ്പത്ത്, അതിനു വേണ്ടി മാറ്റിവെക്ക് സമയോ. വനസറൂ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിച്ചവര്. വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅ, അല്ലാഹുവിന്റെ ഹബീബിന് ഇറക്കപ്പെട്ട ഖുർആൻ അതനുസരിച്ച് ജീവിക്ക്. ഈ 4 കാര്യം ഒത്തിണങ്ങിയിട്ടുണ്ടോ? ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാ വിജയിച്ചവര്, അവരാ സ്വർഗം വാങ്ങിയവര്. ഖുർആനാ പറയുന്നത്. റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാ, ഇൽമു കുറഞ്ഞവരാ, അമല് കുറഞ്ഞവരാ. മുത്തുനബിയെ പറയാ ഞങ്ങളെ കയ്യിൽ അർഹതയില്ല റബ്ബേ. നാവ് കൊണ്ട് എത്രയോ തോന്നിവാസം പറഞ്ഞവരാ, എങ്കിലും നിന്റെ ഹബീബിന്റെ മദഹിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാ, പാപങ്ങളെ പൊറുക്കണേ അല്ലാ, ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാ. ആരോടും ദേഷ്യമില്ലാത്ത, പിണക്കല്ലാത്ത, കുശുമ്പില്ലാത്ത, വെറുപ്പില്ലാത്ത കൽബ് തന്നെ സലീമായ കൽബ് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനേ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അത്തരക്കാർക്കല്ലേ സ്വർഗ്ഗമുള്ളൂ, ഞങ്ങളതിൽ പെടുത്തണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ നാട്ടുകാർ ഇവിടെ സംഘടിപ്പിച്ച ഈ സുന്ദരമായ മജ്ലിസ്, ഇതിനു വേണ്ടി ഓടി നടന്നവർ, നേതൃത്വം വഹിച്ചവർ, ഊണുറക്കില്ലാതെ പ്രവർത്തിച്ചവർ, ഇതിന്റെ പ്രവർത്തകർ, റബ്ബേ ഒരാളെയും നീ ഖായിബാക്കല്ലേ അല്ലാ. ഇവിടെ സംഘടിച്ചവർ, ഇതിനു വേണ്ടി സ്വതക്ക നൽകിയവര്, റബ്ബേ ശഫാഅത്തുൻ നബിയിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളാ ഹബീബിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് ഖൽബ് ധന്യമാക്കണേ അല്ലാ. പറഞ്ഞതും കേട്ടതെല്ലാം സ്വാലിഹായ അമലാക്കണേ അല്ലാ.